വീഡിയോയ്ക്കകത്തുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ ഇരുന്ന് ആട്ടിക്കൊടുക്കുന്ന കൂട്ടിക്കൊടുക്കുന്ന അമരാവതി മോന്റെ കൂടെ നിന്റെ മാപ്പിള ചത്ത് അവന്റെ ശരീരം ഒന്ന് ദ്രവിക്കുന്നതിന് മുമ്പേ എന്താടി അഴിഞ്ഞാട്ടം? ഞാനാണോടി ആടെ അഴിഞ്ഞാടേയും ചെയ്യുന്നത്? നമസ്കാരം. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം രേണു സുധീർ ഒരു വീഡിയോ കണ്ട് ഇതാണോ യഥാർത്ഥ സ്വഭാവം എന്ന് ഞാൻ അറിയാണ്ട് ചിന്തിച്ചു കേട്ടോ. പക്ഷെ പിന്നെ വിചാരിച്ചു ഇത് എന്താണ് എന്ന് ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ്. കാരണം ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുക. അപ്പൊ എത്രയെന്നെ നമ്മളെ സ്വഭാവങ്ങൾ എത്രയൊക്കെ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം ആ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവം പൊട്ടിത്തെറിക്കും. അത് തന്നെയാണ്. പക്ഷെ കുറച്ച് ലിമിറ്റ് വിട്ടുപോയി, അതിര് കടന്നു പോയെന്നേ ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ മനസ്സിൽ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, എവിടെയെങ്കിലും ഒരു കലാകാരൻ മരിച്ചതിന് ശേഷം ആ ഒരു കലാകാരന്റെ പേര് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി ജീവിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പൊതുവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫ, കലാഭമണി മരിച്ചതിന് ശേഷമാണെങ്കിലും അവരുടെ വൈഫ് പോലും പുറത്തേക്ക് വന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു കുട്ടി ഇപ്പൊ ഡോക്ടറാണ്, മകൾ ഡോക്ടറാണ്. അതുപോലെ അഞ്ഞിട്ട് നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ വൈഫിനെ നമ്മൾ ഇപ്പോഴും കഴിഞ്ഞ തവണ പാല് വെച്ച സമയത്താണ് അവരുടെ 2 മക്കളെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊന്നും അല്ല. പക്ഷെ ഇത് എന്ത് വെറൈറ്റി സാധനമാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു രേണുസുധിയുടെ അസുഖം ആർക്കും വരാണ്ടിരിക്കട്ടെ. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടില് മറ്റുള്ളവരുടെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും കിട്ടുന്നതിന് പകരം ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല, എനിക്ക് അതൊന്നും മൈൻഡ് വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരുമാതിരിയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയുടെ തനി നിറം, തനി സ്വഭാവം, തനി സ്വരൂപം തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ സത്യം. അപ്പോൾ ആ ഒരു ചെറിയൊരു തീപ്പൊരി അത് അതുലിനും വിവിക്കും ഈ ഒരു ഷബീന വിവിക്കൊക്കെ എതിരായിട്ടാണ് കുറെ എന്തൊക്കെ വിളിച്ച് കൂട്ടിയത്. അതിൽ കാറ് മേടിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ ഷബീന ബിബിയെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് ഷബീന ബിബിയൊക്കെ പറഞ്ഞപ്പം ഒരു ചെറിയൊരു തിരിയാണ് കൊളുത്തി വിട്ടിരുന്നത്. പക്ഷേ അത് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് ഷബീന ബിബി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. വീഡിയോയ്ക്കകത്തുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ ഇരുന്ന് ആട്ടിക്കൊടുക്കുന്ന കൂട്ടിക്കൊടുക്കുന്ന അമരാവതി മോന്റെ കൂടെ നിന്റെ മാപ്പിള ചത്ത് അവന്റെ ശരീരം ഒന്ന് ദ്രവിക്കുന്നതിന് മുമ്പേ എന്താടി അഴിഞ്ഞാട്ടം? ഞാനാണോടി ആടെ അഴിഞ്ഞാടേയും ചെയ്യുന്നത്? ഞാൻ എന്തായാലും ആ റീൽസ് എടുത്തോണ്ട് വരുന്നില്ല. ഇതിനകത്തുള്ളത് നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാണ്. ആരടി അവൻ? ഏത് സിനിമയിലടി നീ അഭിനയിക്കുന്നത്? അങ്ങ് കുഴഞ്ഞ് മറിഞ്ഞ് അവന്റെ നെഞ്ചിനകത്ത് കാറി കിടന്നങ്ങ് അഴിഞ്ഞാടി ഒയലിന്ന ഞാനാണാ നീയാണാ? ഞാൻ ഇങ്ങനെ ഒരാളോട് അഴിഞ്ഞാടുന്ന നീ ഒന്ന് കാണിച്ചു തന്നാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന നീ ഒന്ന് കാണിച്ചു തന്നാണ്. കാണട്ടടി, നീ ഒന്ന് കാണിയിരു. ഉണ്ടാ എന്റെ തെളിവിന് കൊണ്ടുപോടി, ഞാൻ കാണാൻ. നിന്നെ വെല്ലുവിളിക്കാണ് ഞാൻ. ഇങ്ങനെ ഞാൻ ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടുന്ന നിനക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടാ എടി? ഇത് ഇനം വേറെയാണ്. നിന്നെ പോലെ പാലതന്തയ്ക്കുണ്ടായതല്ല, മനസ്സിലായ? ഏരണം കെട്ടവളെ. പുഴു വരിച്ചാലും നിർത്താത്തത് നാക്കിൽ പുഴു വരണം നിനക്ക്. അഴിഞ്ഞാട്ടത്തിന്റെ കഥയാണ് പറയുന്നത്. എന്തൊക്കെയാ അല്ലേ? കുറച്ചു നാൾക്ക് മുന്നേ നമുക്കറിയാം ചെരുപ്പിന്റെ കഥ. എന്റെ ചെരുപ്പിന് 35,000 രൂപയാണ്, അതാണ് എന്റെ മറ്റേതാണ് മരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നതാണ്. പക്ഷെ ഞാനിപ്പോ പറയാണ് രേണുസുധി ഭയങ്കരമായിട്ട് അതിര് കിടക്കെന്ന് പറഞ്ഞാൽ സഹി കെട്ടിട്ടായിരിക്കാം എന്ന് പറയാം. അതായത് ഇപ്പൊ സ്വന്തം ഭർത്താവിന്റെ പേരിലാണ് നിലനിൽക്കുന്നത്. ആ ഒരു ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മകനെയാണ് ക്രൂശിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു മകനെ എത്രത്തോളം ക്രൂശിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഈ ഒരു സമൂഹത്തില് കിച്ചന് നന്നായിട്ട് വലിച്ചു കീറുന്നുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തില് കിച്ചന് വലിച്ചു കീറാൻ ഇടുന്ന സമയത്ത് തിരിച്ചത് നേരെ നെഗറ്റീവായിട്ട് വരുന്നത് ആർക്കാണെന്ന് മാത്രം വിചാരിച്ചാൽ മാത്രം മതി. എന്തായാലും ഇതിനപ്പുറം ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. അതൊരു വീഡിയോ ആണ്. കാരണം അവിടെ കുറച്ചു നാൾക്ക് മുന്നേ ദുബായിലൊക്കെ പോയിട്ട് ബാറ് ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ നിന്ന് ആടിക്കുഴങ്ങിയ കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ. അതിൽ ഒരു വീഡിയോ ഞാനിപ്പോ പ്ലേ ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾ അത് കണ്ടു നോക്കണം. അതിന്റെ ഒരു തെളിവ് കൊണ്ടുവയ്ക്കാമോ? ഇങ്ങോട്ട് ഇവിടെ നോക്ക്. ഇത് തൊട്ട് നക്കയാണ്. ആരി? ഞാനാണാ? അതെ എടി ചക്കപ്പോത്തെ, നിന്റെ അനിയത്തിയാണാ ആ ചെയ്യുന്നത്? കണ്ണു തുറന്ന് നോക്കടി അലവലാതി. സ്മിർനഫ് മാജിക് മൊമെന്റ് സ്മിർനഫ്. എടി കള്ളു കുടിച്ച് പേത്ത് കിടക്കുന്ന കള്ളു കുടിച്ച്. എടി മദ്യം ഇസ്ലാമിന് ഹറാമാണടി, ഞാൻ ഇസ്ലാമാണടി, എനിക്കിതൊന്നും പരിപാടിയില്ല. അങ്ങനെ ഞാൻ കള്ളു കുടിച്ച് പേത്ത് പെനത്ത് നടക്കുന്ന നീ ഒന്ന് കൊണ്ടുവന്ന്. ഈ ഒരു വീഡിയോ ഒക്കെ ഷബീന വിവിയുടെ കയ്യിൽ എങ്ങനെ എത്തിയെന്ന് ഞാൻ അതിശയിച്ചു പോവാണ് കേട്ടോ. ഇത് എങ്ങനെ എത്തിക്കാണും? കാരണം അതാണ് പറയുന്നത്, ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ചതിക്കും എന്ന് പറയുന്നിട്ടില്ലേ? അതാണ് ഈ രേണുസുധി എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പല ആൾക്കാരും കൂടെ നിർത്തും. പക്ഷെ അവരൊക്കെ ചില സാഹചര്യങ്ങളിൽ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർക്ക് തെളിവ് കൊടുക്കും. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അതാണ് പറയുന്നത്, കുറച്ചൊക്കെ അഹങ്കാരം കുറയ്ക്കുക.
കാരണം ഷബീന ബീബിയോട് ഇനിയും കളിക്കാൻ പോയാൽ വീണ്ടും വീണ്ടും വീഡിയോസുകൾ പുറത്തു വരും. വെറുതെ ആ ഒരു വള്ളി കയറി ചാടി പിടിക്കുന്നത് അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ക്യാൻസർ ആണെന്ന് മനസ്സിലായല്ലോ. ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ എന്തായാലും അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ എന്റെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, സിനിമയും ആൽബവും ഇനോഗ്രേഷനും ഒന്നുമില്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ബിസിനസിന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, മനസ്സിലായോ. ഞാനത് മുന്നോട്ട് ഞാൻ ഇപ്പൊ ഇല്ല, ഇതൊന്നും ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പൊ എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാത്ത, സ്ഥലം മേടിക്കാത്തതൊക്കെ. പിടികിട്ടിയോ? ഒന്നും മേടിക്കുന്നില്ലെന്നല്ല, എല്ലാം ഞാൻ പതുക്കെ മേടിക്കും, മനസ്സിലായോ. ഇപ്പൊ എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എന്റെ മോന്, എന്റെ കുഞ്ഞിന്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എന്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ താമസിക്കും, അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും, എന്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എന്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ, മനസ്സിലായല്ലോ. എന്റെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്ക് ഇതിനകത്തൂടെ നെഗറ്റീവ് കിട്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല. നെഗറ്റീവ് കിട്ടി എനിക്ക് എല്ലാം ഞാൻ പൂമാല പോലെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേന് അവരെ ഫോൺ വിളിച്ച്, നിനക്കൊക്കെ നാണമില്ല? എന്റെ മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്ത് നാണം കെട്ട വർഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേടാ, മാറ്റിപ്പിടിക്കടാ. പിന്നെ ഒരു കാര്യമുണ്ട്, നീയൊക്കെ ഇങ്ങനെ പറയുന്നോണ്ട് രേണുസുതി എപ്പോഴും രേണുസുതി എന്നുള്ള പേര് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് നീയൊക്കെ മറ്റേ അവിടെ പേരിനെ ഷെഫീന ബീവി കള്ളി, മറ്റേ പൂതന മോളെ നീ എന്നെ പ്ലക്കിയോ? നിന്റെ അടി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാടി. നീ എനിക്കെതിരെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഉള്ളതാ നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. കേട്ടല്ലോ, ഇതാണ് ഷബീന ബീബി പറഞ്ഞതാണ്. പക്ഷേ ഷബീന ബീബി തെളിവ് കാണിച്ചപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ആരാണ് ദുബായിൽ വീഡിയോ ചെയ്തതും കള്ളു കുടിച്ചതും ഒക്കെ ഡാൻസ് കളിച്ചതും ഒക്കെ ആരാണെന്ന് മനസ്സിലായത്. അപ്പൊ ഇതാണ് കേട്ടോ. എന്തായാലും ബിസിനസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം എന്താണ്? ബിസിനസ് ഒക്കെ ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപകൾ ഇങ്ങനെ വാരി കൂട്ടാൻ പോകുന്ന എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ മനസ്സിനകത്ത്. പിന്നെ ആ ഒരു വീട്ടിലേക്ക് പോയാൽ മുട്ടുകാലം അടിച്ചൊടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആരും അങ്ങോട്ട് കയറി പോകണ്ട, വീടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോയാൽ മുട്ടുകാലൊന്നും കാണത്തില്ല, പകുതിക്കാലം വെച്ച് പോയി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നേരത്തെ കൂട്ടി വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയിപ്പോ കിച്ചു എങ്ങാനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടെങ്ങാനും കയറി പോകുന്നുള്ളൊരു പേടിയുണ്ടായിരിക്കാം നേരത്തെ കുട്ടി ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ആ ഒരു വീട് കിച്ചു നല്ലാന്ന് ഇപ്പൊ കറക്റ്റായിട്ട് മനസ്സിലായില്ല, വായിൽ നിന്ന് തന്നെ വീണിട്ടുണ്ട്. പല ആൾക്കാർക്ക്, ഈ ഒരു മലയാളികൾക്ക് 99% മനസ്സിലായിട്ടുണ്ട് സ്വഭാവം ഇതാണെന്ന്. ഞാനും അതിശയിച്ചു പോയി. ഞാൻ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ബിസിനസ് ഒക്കെ ചെയ്ത് വാരിക്കൂട്ടാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇനാഗ്രേഷനോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അസുഖം ആർക്കും വരാണ്ടിരിക്കട്ടെ. ഈ ഒരു വന്ന അസുഖം പെട്ടെന്ന് കുറച്ചു കൊടുക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം വെച്ചാല് നമ്മൾ എന്തൊക്കെ പറഞ്ഞു തന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം വരും, അത് സ്വാഭാവികമാണ്. ഇതിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങ് വിളിച്ച് കൂവിയാല് ഉള്ള ആൾക്കാരിൽ നിന്നുള്ള ഉള്ള സഹതാപം കൂടി ഇല്ലാണ്ടാവും. ഇപ്പൊ തന്നെ 99% ഒരു 50% പേരെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുക്കാലും ഇപ്പൊ എല്ലാവരും കിച്ചുവിനെ തന്നെയാണ് സപ്പോർട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ട്. എനിക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അതിനെക്കാട്ടും മിണ്ടാണ്ടിരിക്കണമെന്നല്ല, ചുമ്മാ മറ്റുള്ളവരുടെ പേരിനെ ഇതിന്റെ ഇടയിലായിട്ട് വലിച്ചഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. മറ്റോളെ നീ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാടി. പുള്ളി മരിച്ചു, മനസ്സിലായി. ആ ബന്ധവും ഞാൻ അങ്ങ് നിർത്തി എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടുള്ള. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം എനിക്കറിയത്തില്ല, എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എന്തിന്റെ പേരിലാണെങ്കിലും. പിന്നെ നീ അവരെ പിടിച്ചു വെച്ചിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ട എനിക്കും എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചതാണ്. നീ എന്റെ വീടിന്റെ തൊട്ടടുത്ത്, എന്റെ വീടെന്ന് പറഞ്ഞാൽ സുധീല എന്റെ വീട് തന്നെ, എന്റെ കൊച്ചിന്റെ വീട് എന്റെ വീട് തന്നെയാ, മനസ്സിലായോടി. നീ ഇവിടെ ചുളുവിന് ഒരാളെ നീ കറക്കിയിട്ട് നീ ഇവിടെ സ്ഥലം മേടിക്കാനിരുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോടി. ഷെഫീന ബീവി നാണക്കെട്ട മറ്റവളെ, കള്ളും കുടിച്ച് കപ്പയിൽ നിന്ന വിവരമൊക്കെ ഞാൻ ഇവിടെ അറിഞ്ഞു. നിനക്ക് വരുന്നു വലിയ നരകശിക്ഷ. നിനക്ക് മുടിയാനായിട്ട് നരകശിക്ഷ തന്നെ വരുമോടി. എടി എനിക്ക് ക്യാൻസർ ആണ്, എന്റെ നാക്കിന് ക്യാൻസർ ഇല്ല. നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കാം അല്ലേ? എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കാം. എടി നല്ല ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. എന്തിനാണ് വേറെ വല്ല കാര്യം ഉണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട് ഞാൻ സത്യം പറയാൻ രേണുസുധിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇത്രയും നാൾക്ക് ശേഷം പുറത്തു വന്നത്. ചുമ്മാ മറ്റുള്ളവരുടെ പേരിനെ ഇതിന്റെ ഇടയിലായിട്ട് വലിച്ചഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു?